അയോധ്യ തർക്കഭൂമി ഉപാധികളോടെ വിട്ടു നൽകാൻ സുപ്രീം കോടതി വിധി വന്നതിനു പിന്നാലെ രാജ്യം ശാന്തമാണ് എങ്കിലും ചിലരെങ്കിലും വാക്കുകളിലൂടെ അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്. നിയമപരമായ അവകാശങ്ങൾക്കു വേണ്ടിയാണ് മുസ്ലിങ്ങൾ പോരാടിയത് എന്നും അല്ലാതെ ഭൂമി ദാനമായി വാങ്ങാൻ വേണ്ടി അല്ല എന്നാണ് ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തിഹാദുൽ മുസ്ലിമീൻ തലവൻ അസദുദ്ദീൻ ഒവൈസി ആദ്യം വിധിയോട് പ്രതികരിച്ചത്. വീണ്ടും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒവൈസി. ബാബരി മസ്ജിദ് നിയമവിരുദ്ധമാണ് എങ്കിൽ എന്തിനാണ് അത് തകർത്ത LK അദ്വാനി അടക്കമുള്ള BJP നേതാക്കൾക്കെതിരെ കേസെടുത്ത് വിചാരണ നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇനി അതല്ല ബാബരി മസ്ജിദ് നിയമാനുസൃതമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് അത് തകർത്തവർക്ക് തന്നെ ഭൂമി വിട്ടു നൽകിയത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഒവൈസി. ഒരാളുടെ വീട് തകർത്ത ശേഷം തകർത്തയാൾക്ക് തന്നെ എങ്ങനെയാണ് ആ വീട് ലഭിക്കുക എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒരാൾ നിങ്ങളുടെ വീട് തകർക്കുന്നു, തുടർന്ന് നിങ്ങൾ മധ്യസ്ഥന്റെ അടുത്ത് പോകുന്നു. അയാൾ നിങ്ങളുടെ വീട് തകർത്തയാൾക്ക് തന്നെ നൽകുന്നു. എന്നിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പകരം ഒരു സ്ഥലം നൽകുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വിധി അംഗീകരിക്കാത്തതിന് തന്നെ കുറ്റപ്പെടുത്തുന്നവരെയും അദ്ദേഹം വിമർശിച്ചു. വിധിയെ എതിർക്കുക എന്നത് തന്റെ ജനാധിപത്യപരമായ അവകാശമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പകരം ഭൂമി വാഗ്ദാനം ചെയ്തതിലൂടെ മുസ്ലിം സമുദായം അപമാനിക്കപ്പെട്ടു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബാബരി മസ്ജിദ് നമ്മുടെ നിയമപരമായ അവകാശമാണ്. നമ്മൾ ഭൂമിക്ക് വേണ്ടിയല്ല പോരാടിയത്. നമുക്ക് ദാനമായി ഒന്നും ആവശ്യമില്ല. ഞങ്ങളെ യാചകരെ പോലെ പരിഗണിക്കരുത്. ഞങ്ങൾ രാജ്യത്തിലെ ബഹുമാനിക്കപ്പെടുന്ന പൗരന്മാരാണ് എന്നും ഉവൈസി തുറന്നടിച്ചു. കോടതിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു. 80 വയസ്സിലും കോടതിയിൽ വാദിച്ച് രാജീവ് ധവാനെ അദ്ദേഹം അഭിനന്ദിച്ചു. എല്ലാ സെക്യുലർ പാർട്ടികളും മുസ്ലിങ്ങളെ വഞ്ചിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആത്മവീര്യം കൈവിടരുത് എന്നും അദ്ദേഹം മുസ്ലിങ്ങളെ ഉണർത്തി. വിധിയിൽ നിരാശരാവരുത്, ഒന്നിച്ചു നിന്ന് വെല്ലുവിളിയെ നേരിടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.